നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ബെല്ലറ്റ് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികളുമായി പരാതി നൽകാനെത്തി രാഹുൽ ഗാന്ധി. കേസെടുക്കാത്തതിൽ പ്രതിഷേധം. ഡൽഹി ഡിസിപി ഓഫീസിൽ നാടകീയ രംഗങ്ങൾ. ഇഡിക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധമുയർത്താൻ സിപിഎം. കോഴിക്കോട്ട് നയവിശദീകരണ യോഗം വിളിച്ചു. മുഹമ്മദ് റിയാസിന് പിന്നാലെ പിണറായിയിലേക്കും അന്വേഷണം എത്തുമെന്ന് വിലയിരുത്തൽ. ഇഡി അപസർപ്പക കഥ പ്രചരിപ്പിക്കുന്നുവെന്ന് ദേശാഭിമാനി. അഭിപ്രായം പറയാനില്ല എന്ന് മുഖ്യമന്ത്രി. മുട്ടിൽ കേസിൽ അഗസ്റ്റിയൻ സഹോദരന്മാർക്ക് വീണ്ടും തിരിച്ചടി. കേസ് ചോറ്റാനിക്കര കോടതിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം തള്ളി. ആദ്യ പ്രതി നേരിട്ട് ഹാജരാകണം. മറ്റുള്ളവർക്ക് വീഡിയോ കോൺഫറൻസ് അനുവദിച്ചു. മിസ നാടകം വീണ്ടും അവതരിപ്പിക്കാൻ ഡിവൈഎഫ്ഐ. തൃശൂരിൽ ഡിവൈഎഫ്ഐ സമാപന സമ്മേളനത്തിൽ വീണ്ടും അവതരിപ്പിക്കും. കഥാപാത്രത്തിന്റെ വസ്ത്രധാരണം വിവാദമാക്കുന്നത് കോൺഗ്രസും ലീഗുമെന്ന് ആരോപണം. അനാവശ്യ വിവാദമെന്ന് മുഖ്യ അഭിനേത്രി ചിന്നു ചിലങ്ക. എം ഗീതാനന്ദൻ ആശ്വാസം. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിച്ചു. പ്രതികൾ 46,000 രൂപ കെട്ടിവെക്കണം. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. നാടെങ്ങും ഓണാഘോഷത്തിൽ. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ. സദ്യവട്ടങ്ങൾക്കൊരുങ്ങി ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും. പുന്നമടയുടെ ഓളങ്ങൾക്ക് നാളെ തീ പിടിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി നാളെ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കപ്പടിക്കാൻ കോട്ടയത്തെ ബോട്ട് ക്ലബ്ബുകൾ. കൊണ്ടോട്ടിയിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന MDMA പിടികൂടി പോലീസ്. പിടിച്ചെടുത്തത് കോളേജിനടുത്ത് പാർക്ക് ചെയ്ത കാറിൽ നിന്ന്. വളാഞ്ചേരിയിലെ വാടക വീട്ടിലും വൻ ലഹരിവേട്ട. വടകര MDMA കേസിൽ പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ്. ലോറിയിൽ നിന്ന് തെറിച്ചു വീണ കമ്പി തുളച്ചു കയറി ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അപകടം തൃശൂർ കുട്ടനെല്ലൂരിൽ. ഇരുമ്പ് കമ്പികൾ മറിഞ്ഞു വീണത് ലോറി ബ്രേക്കിട്ടപ്പോൾ. വാർത്തകളിലേക്ക് വിശദമായി. പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ജന്തർ മന്തർ സമരത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് ഒപ്പമാണ് രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള പോലീസ് ആക്രമണത്തിൽ 10 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നു. കിരൺ, വളരെ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനും പരിസരവും വേദിയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? രേണുക, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ഈ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും കണ്ണിന്റെ കാഴ്ചശേഷി തന്നെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി നേരത്തെ പരാതി നൽകിയിരുന്നു. ആ പരാതി നേരിട്ട് ഇന്ന് പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. അന്ന് ആ പരാതിയിൽ FIR ഇടാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇമെയിലായും കഴിഞ്ഞ 17-ാം തീയതി പരാതി നൽകി. എന്നിട്ടും FIR ഇടാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ പരാതിയുമായി എത്തിയത്. രാഹുൽ ഗാന്ധി ആ വിദ്യാർത്ഥിയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ പരാതി സ്വീകരിച്ച് FIR ഇടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ പോലീസുകാർ അതിന് തയ്യാറായില്ല. DCP അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ. പക്ഷേ FIR ഇടണം എന്നുള്ള ആവശ്യത്തിൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു പരാതി കിട്ടിയാൽ അതിൽ FIR ഇടുക എന്നുള്ള ഒരു സാമാന്യ രാജ്യത്തിൻ്റെ നിയമമാണ്. അത് നിങ്ങൾ പാലിക്കുക, അതിനുശേഷമല്ലേ അന്വേഷണം എന്നുള്ള മട്ടിലൊക്കെ സംസാരിച്ചെങ്കിലും പക്ഷേ അതിന് പോലീസുകാർ തയ്യാറായില്ല. ഇതേ
തുടർന്നാണ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരിപ്പ് പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി നിന്നത്. FIR ഇടാതെ താൻ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. 10ഓളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമരം നടന്ന സമയത്ത് CJPയുടെ നേതൃത്വത്തിൽ സമരം നടന്ന സമയത്ത് പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഈ പെല്ലറ്റ് കൊണ്ട് പരിക്കേറ്റത് 10ഓളം പേർക്കാണ്. 10ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഇവരൊക്കെ ചികിത്സയിലാണ്. ഇതിലൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അന്ന് മുതൽ തന്നെ ഇതാരാണ് ഇതിന് അനുമതി നൽകിയത് എന്നതിൽ പലതവണ രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തുമെല്ലാം വിഷയം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ 5 അംഗ സമിതിയിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയും തീർച്ചയായും കിരൺ, കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഈ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ആ അക്രമ സംഭവങ്ങളുടെ ഭാഗമാണല്ലോ ഇതും. അങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രതിഷേധം ഡൽഹിയിൽ അരങ്ങേറുന്നത്. ഈ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? എന്തുകൊണ്ട് FIR ഇടുന്നില്ല എന്ന വിശദീകരണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് വരുന്നത്. പോലീസ് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയാൽ പ്രാഥമികമായ പരിശോധന നടത്താം. പ്രാഥമികമായ പരിശോധന നടത്തിയ ശേഷമാണ് FIR ഇടുന്നത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ FIR ഇടാൻ യോഗ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസിന് അത് തള്ളിക്കളയാം. അതിനെതിരെ വീണ്ടും പരാതി നൽകാനൊക്കെ ഉള്ള അവസരമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ പരിക്കേറ്റു, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പെല്ലറ്റ് തോക്കുകൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന രാജ്യത്തെ പൗരന്മാർക്ക് നേരെ അങ്ങനെ തോക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ്. സാധാരണഗതിയിൽ അതിർത്തിയിലോ അല്ലെങ്കിൽ തീവ്രവാദികളുടെ മേഖലകളിലുമൊക്കെ ആ തരത്തിലും പ്രതിഷേധങ്ങൾക്ക് നേരെയൊക്കെയാണ് ഈ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ അവിടെ പെല്ലറ്റ് തോക്കുകൾ ഇത് ഒരു പ്രത്യേകതരം വെടിയുണ്ടയാണ്. സാധാരണ വെടിയുണ്ട അത്ര ശക്തിയില്ലെങ്കിലും ആ വെടിയുണ്ടകളേറ്റാൽ ഒരാളുടെ മരണം വരെ വേണമെങ്കിൽ സംഭവിക്കാം. ഗുരുതരമായ പരിക്കുകളൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ള പെല്ലറ്റുകൾ തന്നെയാണ് ഈ തോക്കിൽ ഉപയോഗിക്കുന്നത്. ആ പെല്ലറ്റ് ഏറ്റാണ് ഇവർക്ക് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥിയുടെ കാഴ്ചശക്തി അടക്കം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയടക്കമുണ്ടായി. ഈ വിഷയത്തിൽ നേരിട്ട് സ്റ്റേഷനിലെത്തി അന്ന് പാർലമെന്റ് പോലീസ് സ്റ്റേഷനാണ് ഈ ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണ്. അവിടെ എത്തി പരാതി നൽകിയിരുന്നു. ആ പരാതി നൽകിയിട്ട് FIR ഇടാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഇമെയിലായി പരാതി നൽകി. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയാൽ ചിലപ്പോൾ ആ പരാതി അവിടെ ലഭിച്ചില്ലെന്ന് പോലീസുകാർ നാളെ പറഞ്ഞാൽ അത് തെളിയിക്കാൻ മാർഗമല്ല. ഇമെയിലായി പരാതി നൽകിയിട്ടും അതിൽ ഏതെങ്കിലും തരത്തിൽ FIR ഇടാൻ തയ്യാറ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനൊപ്പം പോയി ഇന്ന് വീണ്ടും പരാതി നൽകിയത്. പക്ഷേ അപ്പോഴും FIR ഇടാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ പരിക്കേറ്റ വിദ്യാർത്ഥി, ഒപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മാതാവ്, അതിനൊപ്പം രാഹുൽ ഗാന്ധി അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നതുവരെ അവിടെ നിന്ന് മാറില്ല എന്നതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഡൽഹി വേദിയായിക്കൊണ്ടിരിക്കുന്നത്. കിരൺ, ഈ വിഷയത്തിൽ CJPയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിനെതിരെയാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ അതിക്രമം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ CJPയുടെ ഏതെങ്കിലും പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെ ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? രേണുക, ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടില്ല. കാരണം ഈ സംഭവം എല്ലാം ഉണ്ടായിട്ട് ആകെ കൂടി ഒരു അരമണിക്കൂർ ആവുന്നതേ ഉള്ളൂ. അഭിജിത്ത് ദീപ്കെ അടക്കമുള്ളവരുടെ പ്രതികരണം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനിയും മറ്റേതെങ്കിലും അവരെ ഏത് ഭാഗത്താണ് ഉള്ളത്, അവർ ഡൽഹിയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അവർ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു എന്നതും ഇതുവരെ എന്തായാലും പുറത്തു വന്നിട്ടില്ല. അവരുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ, കുമാരി ഷെൽജി അടക്കമുള്ള നേതാക്കളൊക്കെ അവിടെ ഉണ്ട്, രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട്. കൂടുതൽ പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ് ആരാണ് നിങ്ങൾക്ക് അനുമതി നൽകിയത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് അനുമതി നൽകിയത്, അമിത്ഷായ്ക്കാണ് ഇതിന് ഉത്തരവാദിത്തമുള്ളത് എന്നാണ് പറഞ്ഞത്. അമിത്ഷാ അല്ല അനുമതി നൽകിയെന്ന് പറയുന്നെങ്കിൽ പിന്നീട് ആരാണ് ഇത് അനുമതി നൽകിയത് എന്നത് വ്യക്തമാക്കണം എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പിന്നീടും കോൺഗ്രസ് എടുത്ത നിലപാട് ഇത് അനുമതി നൽകിയത് അമിത്ഷാ ആണെങ്കിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികളെ, സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയ അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞിരുന്നു. അതല്ല, അമിത്ഷാ അല്ല നൽകിയതെങ്കിൽ മറ്റ് ആരെങ്കിലും ആണെങ്കിലും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം, കാരണം ഡൽഹിയിൽ പോലീസിൻ്റെ ഉത്തരവാദിത്തമുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മന്ത്രി എന്ന നിലയ്ക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം അമിത്ഷായ്ക്കുണ്ട്. നേരിട്ടായാലും അല്ലെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം അമിത്ഷായ്ക്കുണ്ട് എന്ന തരത്തിൽ വലിയ തരത്തിലേക്കുള്ള പരാതികളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർത്തിയിരുന്നു. തുടർന്നാണ് ഈ വിഷയം കോടതിയിലെത്തുകയും കോടതി വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച സംഭവം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മറിച്ച് പോലീസിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്രമണങ്ങളും അന്വേഷണത്തിന് വേണ്ടി കോടതി ഇപ്പോൾ ഒരു 5-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരമൊരു വിഷയം നേരിട്ട് ഏറ്റെടുത്ത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു FIR എടുത്തില്ല എന്ന വിഷയത്തിലൊക്കെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം ചെയ്യുക, അങ്ങനെ ഒരു രീതി സമീപകാലത്തൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പരിക്കേറ്റ സഹിൽ എന്ന വിദ്യാർത്ഥിയാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് സഹിലിന്. പെല്ലറ്റ് ആക്രമണത്തിൽ സഹിലും അമ്മയും അവിടെ പ്രതിഷേധിക്കുന്നു. ഒപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇരിക്കുകയാണ്. അവിടെ പ്രതിഷേധം തുടരുകയാണ്. ഈ കേസിൽ FIR ഇടും വരെ പ്രതിഷേധം എന്നതാണ് ഇപ്പോൾ പറയുന്നത്. കിരൺ, വളരെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു സമരത്തിനാണ് ഡൽഹി വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള അപ്രതീക്ഷിത നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് CJP സമരം നടക്കുന്ന വേളയിലും കണ്ടതാണ്. അത് വലിയ രാഷ്ട്രീയ മൈലേജ് കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ സംഭവം രാഷ്ട്രീയമായി ഏതൊക്കെ നിലയിൽ എത്രമാത്രം പ്രസക്തമാണ്? രേണുക, അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പലപ്പോഴും ഈ സമരങ്ങളിൽ മുഖങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെ ഒരിക്കലും സാധാരണഗതിയിൽ അങ്ങനെ നേതാക്കൾ എത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലെത്തുകയും അങ്ങനെ ഇരകളാക്കപ്പെട്ട ആളുകളുടെ വീടുകളിലെത്തുന്നു. സാധാരണ ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനത്തെ വിഷയങ്ങളിൽ അങ്ങനെ നേരിട്ടിടപെട്ട് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന പതിവ് വളരെ അപൂർവമാണ്. അത്തരമൊരു ഇടപെടൽ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. കർഷക പ്രക്ഷോഭത്തിൻ്റെ കാലത്തുമൊക്കെ അതിൽ പരിക്കേറ്റ വെടിയേറ്റ കർഷകരുടെ വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കാലത്തുമൊക്കെ വിദ്യാർത്ഥികൾ പരിക്കേറ്റവരെ നേരിട്ട് കാണാൻ രാഹുൽ ഗാന്ധി എത്തുന്നു. ഇപ്പോഴും ആ തരത്തിലേക്കുള്ളൊരു മൂവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ CJP സമരത്തോട് ഇന്ത്യയിൽ രാഷ്ട്രീയാതീതമായി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ ഒരു ജനപിന്തുണ ആ സമരത്തിനുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ സമരത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു തീരുമാനം മാറ്റുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും രാജി അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ അംഗീകരിക്കപ്പെട്ടത് ഒരിക്കൽ കർഷക സമരകാലത്താണ്. അതും ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നില്ല സമരം നടത്തിക്കൊണ്ടിരുന്നത്, കർഷക സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു സമരം നടത്തിക്കൊണ്ടിരുന്നത്. ആ സമരത്തിലാണ് ചില ആവശ്യങ്ങൾ അംഗീകരിച്ചത്. മറ്റൊന്ന് ഈ CJPയുടെ സമരത്തിലാണ് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ രാജിവെപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരിന് നീങ്ങേണ്ടി വന്നത്. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച അല്ലെങ്കിൽ CJP ഉന്നയിച്ച വിഷയത്തിന് വ്യാപകമായ പിന്തുണയുണ്ട് എന്നത് രാജ്യത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ ഫലപ്രദമായി അനുകൂലമായി ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാവണം രാഹുൽ ഗാന്ധി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തെ സജീവമാക്കി നിർത്തുന്നു എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. CJP പ്രതിഷേധത്തിനെതിരെ നടന്ന പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കേസെടുക്കും വരെ സമരം എന്നതാണ് പറയുന്നത്. വളരെ നാടകീയ രംഗങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ മുഹമ്മദ് റിയാസും കുരുക്കിലേക്ക്. ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് പുറമെ റിയാസിനും ED നോട്ടീസ് നൽകും. EDക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള തീരുമാനത്തിലാണ് CPM. ഞായറാഴ്ച കോഴിക്കോട്ട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. CMR ലെക്സാലോജിക്ക കേസുമായി ബന്ധപ്പെട്ട് വീണയെയും പിണറായി വിജയനെയും ലക്ഷ്യമിട്ട് നടത്തിയ അന്വേഷണങ്ങൾ ഇപ്പോൾ ബേപ്പൂർ MLA ആയ PA മുഹമ്മദ് റിയാസിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ED നൽകുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. തൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നെങ്കിൽ പോലും ഇതൊരു ഷെൽ കമ്പനി അല്ലെങ്കിൽ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന കമ്പനി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോഴിക്കോട് പന്തീരാങ്കാവ് മണക്കാടേക്കുള്ള റോഡിൽ തന്നെ ഒരു ചെറിയ ഷട്ടറിട്ട മുറിയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓഫീസ് വാടകയ്ക്കെടുത്തെങ്കിൽ പോലും അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ സമീപത്തുള്ള ആളുകളും ഈ കെട്ടിട ഉടമയും പോലും പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറിയ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അവിടെ ഈ ഓഫീസിൻ്റെ പേര് രേഖപ്പെടുത്തുകയും ഒപ്പം GST നമ്പർ അടക്കം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ കമ്പനിയുടെ മറവിൽ കള്ളപ്പണം വലിയ തോതിൽ വെളുപ്പിച്ചോ എന്ന സംശയമാണ് ഇപ്പോൾ ED ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിയാസുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ DYFI നേതാവ് ആയിരുന്നു നിഖിൽ. അവർ ഒന്നിച്ച് ഫറൂഖ് കോളേജിൽ പഠിച്ചതുമാണ്. PA മുഹമ്മദ് റിയാസ് മന്ത്രിയായ ആ സമയത്ത് അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് വലിയ ഒരു മേൽക്കൈയുള്ള സമയത്താണ് നിഖിലിനെ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി നിയോഗിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ
കൗൺസിൽ പ്രസിഡന്റായി നിയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റ് ഈ ചോദ്യം ചെയ്യൽ മറ്റ് റെയ്ഡ് നടന്ന മറ്റ് ആളുകളെയും സമാനമായ രീതിയിൽ തന്നെ റിയാസിന് വലിയ പ്രാമുഖ്യം ഉള്ള സമയത്താണ് അവരെയും DTPCയുടെ നിർണായക ചുമതലകളിലേക്ക് നിയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്ത്. ഒപ്പം ഈ റിയാസിനോട് അടുത്ത ബന്ധവും ഒപ്പം വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന മറ്റ് ചില ആളുകളുടെ വീടുകളിൽ കൂടി റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു. എന്തായാലും റിയാസിൻ്റെ പങ്ക് എന്താണ് എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ED പരിശോധന നടത്തുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മുഹമ്മദ് റിയാസിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാണ് ഈ റെയ്ഡിന് പിന്നിൽ എന്നാണ് PM മുഹമ്മദ് റിയാസ് പറയുന്നത്. തനിക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചും തൻ്റെ ഭാര്യയ്ക്കുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായ രീതിയിൽ ഇതിനു മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. തൻ്റെ സുഹൃത്തുക്കളെ കൂടി ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് എന്നറിയില്ലെന്നും പറയുന്നു. നേരത്തെ CPM ജില്ലാ സെക്രട്ടറി അടക്കം റിയാസിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. പാർട്ടി ഇക്കാര്യത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് തന്നെയാണ് അറിയിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെ ദേശാഭിമാനി ഇപ്പോൾ ഇക്കാര്യത്തിൽ EDയെ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള മുഖപ്രസംഗം എഴുതുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ട് കോഴിക്കോട്ടെത്തി ഒരു വിശദീകരണ യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട്. കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ EDക്ക് നേരെ ഉണ്ടാവും. നേതാക്കളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമാവും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ടിവിനെതിരായ അന്വേഷണത്തിൽ താൻ അഭിപ്രായം പറയുന്നത് അനൌചിത്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ, അന്വേഷണം നടക്കുക അല്ലേ എന്നും VD സതീശൻ പറഞ്ഞു. ഇത് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഇത് ശരിയല്ല. മെസ്സി വിവാദത്തിൽ കായിക വകുപ്പിന്റെ റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈകാതെ തുടർ നടപടികൾ ഉണ്ടാകും. ഏത് തരത്തിലുള്ള അന്വേഷണം ആണെന്ന് ഉടൻ അറിയാൻ പറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ മുട്ടിൽ മരമുറി വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. 2 പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനും കോടതി അനുമതി നൽകി. അതേസമയം 1-ാം പ്രതി റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മുട്ടിൽ മരമുറി കേസിലെ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വീണ്ടും കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ്. ചോറ്റാനിക്കര കോടതിയുടെ ഒരു അധികാരം ഈ കേസ് പരിഗണിക്കുന്നതിലുള്ള സാങ്കത്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതേ ആവശ്യവും കാര്യങ്ങളുമെല്ലാമായിട്ട് ഹൈക്കോടതിയിലടക്കം സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇത് വിചാരണ കോടതിയെ സമീപിക്കാനും വിചാരണ കോടതിക്ക് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് അധികാരമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ നേരിട്ട് ഹാജരാകാതിരുന്നതിൽ ആദ്യഘട്ടങ്ങളിൽ നേരിട്ട് ഹാജരാകാതിരുന്നതിൽ കോടതി അതിൽ നീരസം പ്രകടിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്ന് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ഹാജരായ അവർ സമർപ്പിച്ച അപേക്ഷ എന്ന് പറയുന്നത് നേരിട്ട് ഹാജരാകലിൽ നിന്ന് ഒഴിവാകണം എന്നൊരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. കാരണം വീഡിയോ കോൺഫറൻസ് ആക്കണം എന്ന കാര്യങ്ങൾ അപേക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ചോറ്റാനിക്കര കോടതിക്ക് ഇത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങളും ഈ പ്രതികൾ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി അത് തള്ളിയിരിക്കുന്നു. കോടതി പറയുന്നത് തീർച്ചയായും ഈ കോടതിക്ക് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് കേസ് പരിഗണിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ 2 പ്രതികൾക്ക് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. 1-ാം പ്രതി റോജി അഗസ്റ്റിനും മാത്രം നേരിട്ട് ഹാജരായാൽ മതി. മറ്റു പ്രതികളായ ആൻഡോ അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും ഇക്കാര്യത്തിൽ ഇളവ് കോടതി നൽകിയിട്ടുമുണ്ട്. ഇതിൽ 2021-ൽ വയനാട്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തി ഇവിടെ അനധികൃതമായി വിൽപ്പന നടത്തി എന്ന് കാണിച്ചുകൊണ്ട് കരിമുകളിലെ ഒരു തടി വ്യവസായി നൽകിയ പരാതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് തടി മുറിച്ച് വിൽപ്പന നടത്തുന്നതിന് ഇവർക്ക് അനുവാദമില്ലായിരുന്നുവെന്ന് താൻ പിന്നീടാണ് അറിയുന്നതെന്നും തന്നെ ഇതിൽ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്കാണ് അദ്ദേഹം ആ കേസ് നൽകിയത്. ആ കേസിലെ തുടർ നടപടികളാണ് പിന്നീട് കോടതിയിലേക്ക് നീങ്ങുന്നത്.
കരുവാറ്റ കൊലപാതക കേസിൽ മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൌൺസിലിംഗ് തുടങ്ങി. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നും കൌൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി. മുത്തച്ഛൻ ബാഡ് ടച്ച് ചെയ്തു എന്നായിരുന്നു കുട്ടി പോലീസിനോട് ആദ്യം പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തുമെന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി പറഞ്ഞത്. കൗമാരക്കാർ പ്രതികളായ കരുവാറ്റ കൊലപാതക കേസ് അത് അപൂർവങ്ങളായ ഒരു കേസായി തന്നെയാണ് പോലീസ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാകും ഇത്തരത്തിൽ കൗമാരക്കാരായ ആളുകൾ മുഴുവൻ ആസൂത്രണം നടത്തുകയും അതോടൊപ്പം തന്നെ കൃത്യത്തിൽ ഏർപ്പെടുകയും, അതായത് മുതിർന്നവരുടെ യാതൊരു സഹായവും ഇല്ലാതെ കൃത്യത്തിൽ ഏർപ്പെടുകയും ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വ്യക്തമായ ആസൂത്രണം അടക്കം ഈ കുട്ടികളാണ് നടത്തിയതെന്നുള്ളത് അന്വേഷണ സംഘത്തെ പൂർണ്ണമായി ഞെട്ടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മാനസിക തലം എന്താണ് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഈ കുട്ടികൾ ഉള്ളത്, നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടികൾ ഉള്ളത് ആൺകുട്ടികൾ മായിത്രയിലെ ഹോമിലും ചേർത്തല മായിത്രയിലെ ഹോമിലും അതോടൊപ്പം പെൺകുട്ടിയെ കോഴിക്കോട് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. CWCയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് നടത്തിയ ഘട്ടത്തിൽ ഈ കുട്ടി ആദ്യം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് തനിക്കെതിരെ ഈ കൊല്ലപ്പെട്ട വ്യക്തി മോശം പ്രവൃത്തി അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ CWCയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു കൗൺസിലിംഗിൽ ഒരു ഘട്ടത്തിൽ പോലും കുട്ടി ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മലക്കം മറിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ കൃത്യമായി വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടിയുടെ അച്ഛന് ഒരു ചെറിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ബന്ധം വേർപെടുത്തി മുത്തച്ഛനുമായി വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തന്നോട് മോശമായി പെരുമാറിയത് അറിഞ്ഞാൽ അത് അച്ഛനായിരിക്കും വന്ന് മുത്തച്ഛനെ കൊലപ്പെടുത്തിയെന്നുള്ള രീതിയിൽ കുട്ടി പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഇത്തരത്തിലൊരു രക്ഷപ്പെടലിന്റെ ഭാഗമായാണ് ഇക്കാര്യം പറഞ്ഞതെന്നുള്ളൊരു നിഗമനം പിന്നീട് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഉണ്ടായി. കാരണം ഓരോ ഘട്ടത്തിലും കഥകൾ മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിടിക്കപ്പെടുന്ന ഘട്ടത്തിലും യാതൊരു കുറ്റബോധവും, ആ കള്ളമാണെന്ന് അത് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലും യാതൊരു കുറ്റബോധവും ഇവർ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് ഈ 4 പേരുടെയും മാനസിക നില ഏറെക്കുറെ ഒരേപോലെ തന്നെ ഇവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു ആസൂത്രണം, കഥകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി പറഞ്ഞ പല കാര്യങ്ങളും കളവാണ് എന്നുള്ളതിലേക്ക് എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ CWCയുടെ കൗൺസിലർമാർ മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി ഒരു മെഡിക്കൽ ബോർഡ് കൂടി രൂപീകരിച്ച് ഈ കുട്ടികളുടെ മാനസിക തലം, അവരുടെ ലഹരി ഉപയോഗം, ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ കുട്ടി ഉന്നയിച്ചിട്ടുള്ള ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആ ഒരു മോശം പെരുമാറ്റം എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നു. അത് പിന്നീട് അതിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും ാണ് തീരുമാനം. നിലവിൽ നാളെയാണ് ഈ കുട്ടികളുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ഇനിയും തേടേണ്ടതുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ആൺകുട്ടികളിൽ ഒരാൾക്ക് ചില മോശ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രിമിനൽ സഹായം ഈ കുട്ടികൾക്ക് മറ്റെവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കും. എന്തായാലും നാളെയാണ് ഇവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിച്ചു. ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേരുടെ ശിക്ഷയാണ് മരവിപ്പിച്ചത്. പ്രതികൾ 46,000 രൂപ കെട്ടിവെക്കണം. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. എറണാകുളം കൂത്താട്ടുകുളത്ത് വീട്ടമ്മയ്ക്ക് ഭർത്താവ് മയക്കുമരുന്ന് നൽകിയതായി പരാതി. ഭക്ഷണത്തിലും പാനീയങ്ങളിലും മയക്കുമരുന്ന് സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ഇടപെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. 4 വയസ്സുകാരിയുടെ മുന്നിൽ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചെന്നായിരുന്നു അമ്മയുടെ പരാതി. കുട്ടിക്ക് കൌൺസിലിംഗ് നൽകി മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ കൌൺസിലിംഗ് നടത്തണമെന്നതാണ് നിർദ്ദേശം. വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച അധ്യാപികമാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് പോലീസ്. പ്രതികളായ കാവ്യ, നീഷ്മ എന്നിവരെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കേസിൽ തങ്ങൾക്ക് പങ്കില്ല, പെട്ടുപോയതാണെന്ന് ഇരുവരും പോലീസിന് മുന്നിൽ ആവർത്തിച്ചു. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ന്യൂസ് 18നോടും ഇക്കാര്യം കാവ്യ വ്യക്തമാക്കിയിരുന്നു.
വടകര MDMA കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇന്നലെയാണ് 2 ദിവസത്തേക്ക് 2 പ്രതികളെ കാവ്യയും നീഷ്മയും പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. തങ്ങൾക്ക് ഈ കുറ്റകൃത്യവുമായി നേരിട്ട് പങ്കൊന്നുമില്ല, മറിച്ച് പെട്ടുപോയതാണ് എന്ന നിലപാടിലാണ് ഇപ്പോഴും കാവ്യ ഉറച്ചു നിൽക്കുന്നത്. നീഷ്മയും തനിക്ക് ഒരു തരത്തിലുമുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ ഇല്ല എന്നാണ് ആവർത്തിക്കുന്നത്. പക്ഷേ ഇവരുടെ കോൾ വിശദാംശങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാവ്യയെ തനിച്ചും നീഷ്മയെ തനിച്ചും ഇരുത്തി ചോദ്യം ചെയ്തിരുന്നു. രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന രീതിയും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ കീർത്തനയും പറഞ്ഞത് താൻ ഈ മയക്കുമരുന്ന് ഇടപാടിൽ ഒരു തരത്തിലും പങ്കെടുത്തില്ല എന്നാണ്. പക്ഷേ അവരുടെയും കോൾ വിശദാംശങ്ങളും മറ്റ് ഡിജിറ്റൽ രേഖകളും ഒക്കെ കാട്ടിയുള്ള ചോദ്യം ചെയ്യലിൽ മൗനമായിരുന്നു പല ചോദ്യങ്ങൾക്കും നൽകിയ മറുപടി. ഇന്നിപ്പോൾ കീർത്തനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കാവ്യയും നീഷ്മയും ചോദ്യം ചെയ്യുന്നത്. എത്ര വിഭിന്നമായ മൊഴികളാണ് ഈ ഇരു പക്ഷവും നൽകുന്നത് എന്ന വിലയിരുത്തലും നടത്തുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിലെ ഈ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ജിജിൻ കുര്യാക്കോസ് അടക്കമുള്ള പ്രതികളെയും കസ്റ്റഡിയിൽ ചോദിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെയും ഓരോരുത്തരെയും തനിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാവും. അതിനുശേഷം മുഴുവൻ പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അന്വേഷണ രീതി മാറുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും കാവ്യയും നീഷ്മയോടുമൊക്കെ ഈ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ മറ്റ് ചെറുപ്പക്കാർക്കൊക്കെ ഈ മയക്കുമരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ മുഖ്യ ആസൂത്രകനായി പോലീസ് കരുതുന്ന വയനാട് സ്വദേശിയായ ഷിൻഡോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. അയാൾ സംസ്ഥാനം വിട്ടുപോയിരിക്കാം എന്ന ഒരു നിഗമനത്തിനാണുള്ളത്. എന്തായാലും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 43 ഗ്രാം MDMAയും 4 കിലോയിലധികം കഞ്ചാവും പിടികൂടി. ഇതിനൊപ്പം കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയടക്കം 3 പേരെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവിനെയും സംഘത്തെയും മയക്കുമരുന്നുമായി പിടികൂടിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട പോലീസ്. കാറിലും ഓട്ടോറിക്ഷയിലുമായി സഞ്ചരിച്ച പ്രതികളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇവരിൽ നിന്ന് 18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജിൽ ഓണാഘോഷത്തിന് വിദ്യാർത്ഥികൾ എത്തിയ കാറിൽ നിന്ന് MDMA പിടികൂടി. ഗ്രൗണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ 3 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടി. കൊല്ലത്ത് മദ്യപിച്ചെത്തി എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി CPM ജനപ്രതിനിധി. ആര്യങ്കാവ് പഞ്ചായത്ത് അംഗം മനു മത്തായിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. വാഹനം നടു റോഡിൽ നിർത്തി ഗതാഗത തടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. ഒരു വണ്ടി ബ്ലോക്ക് ഒന്നുമല്ല, ഇവിടെ ബ്ലോക്ക് ഒന്നുമല്ല, ഇവിടെ പിരിവ്. എന്റെ വീഡിയോ കാണിക്കണോ? വീഡിയോ കാണിക്കാമല്ലോ സാറേ. നാളെ മുതല് ഇവിടെ വിഷയം ഉണ്ടാകും. വേറെ കാര്യമൊന്നുമില്ല. ഇയാളെന്താ വീഡിയോ എന്താ എടുക്കുന്നത്? എന്ത് വീഡിയോ എടുക്കുന്നത്? ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങളുടെ ഓഫീസ് പ്രമിസസ് ആണ്. ഞങ്ങൾ ദിസ് ഈസ് അവർ ഓഫീസ്. മനസ്സിലായോ? സാറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ അന്യമായിട്ട് പിരിവെടുക്കുക സാറേ. കഞ്ചാവ് MDMA പോലുള്ള സാധനങ്ങള് ഇത്രയും ഓഫീസർമാർ നിൽക്കുമ്പോ ഈ വഴി പോവാ. അല്ല സാറേ, ഇവരെ എന്റെ വീഡിയോ എടുത്തിട്ട് ഈ പഞ്ചായത്ത് മെമ്പറെ എന്റെ വീഡിയോ എടുത്തിട്ട് ഇവരെ ഇവിടെ ഉണ്ടാക്കാനാണെങ്കിൽ സാറേ ഇത് നടക്കത്തില്ല സാറേ. ഇവിടെ സാറേ 5 കിലോ കഞ്ചാവ് സാറ് നിങ്ങൾ പിടിച്ചു സാറേ. ഇവരെന്തിനാ സാറേ പിടിക്കുന്നത്? ഇവിടെ വിനീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീഷ്, എന്താണ് പഞ്ചായത്ത് അംഗത്തിന്റെ പ്രശ്നം? എന്തിനാണ് ഈ പ്രതിഷേധം വാഹനം നടുക്കിട്ട് പ്രതിഷേധിച്ചത്? എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത്? രേണുക, അത് കഴിഞ്ഞ ദിവസം രാത്രി 8:30 കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്.
ആര്യങ്കാവ് ചെക്ക് പോസ്റ്റാണ്. എക്സൈസിന്റെ ചെക്ക് പോസ്റ്റിന് മുന്നിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ, ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ഇന്നലെ 8:30 സംഭവിച്ചത്. അതായത് ദൃശ്യങ്ങൾ കാണുന്ന കാറ് പഞ്ചായത്ത് മെമ്പറുടേതാണ്. മെമ്പർ വാഹനം റോഡിന്റെ നടുക്ക് തന്നെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി എക്സൈസ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഭീഷണി മുഴക്കുന്നുണ്ട്. എക്സൈസ് ഓഫീസ് താൻ പൂട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. CPM പ്രതിനിധിയാണ് ഈ പഞ്ചായത്ത് മെമ്പർ. ആര്യങ്കാവ് പഞ്ചായത്ത് പ്രതിനിധി കൂടിയാണ്. അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഓഫീസേഴ്സ് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. കേസെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടെ നടന്ന അനധികൃതമായ പണപ്പിരിവിനെതിരെയാണ് താൻ ചോദ്യം ചെയ്തത്, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ വ്യക്തിഹത്യ നടത്തുകയാണെന്നൊക്കെയുള്ള വിശദീകരണമാണ് പഞ്ചായത്ത് മെമ്പർ നൽകിയത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ നിയമം പാലിക്കേണ്ടവരോട് തന്നെ, അതായത് സമൂഹത്തിലൊരു മാതൃകയായി മാറേണ്ടവരാണ് ജനപ്രതികൾ. ഈ മാതൃകയാവേണ്ടവർ തന്നെ ഈ നിയമപാലകരോട് ഇത്തരത്തിൽ വളരെ തെറ്റായ സോഷ്യൽ മീഡിയയിലടക്കം ഇതിന് ഒരു പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. രേണുക. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി M. ലിജു. ഓണം കഴിഞ്ഞതിന് ശേഷം വിശദമായ ചർച്ചകൾ നടക്കും. റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന നയമായിരിക്കും പരിഗണിക്കുക. സെപ്റ്റംബറിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മദ്യനയത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകും. നിലവിൽ നമ്മൾ മദ്യനയത്തിന്റെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സംഘടനകളുടെ ലിസ്റ്റുകൾ പൂർത്തീകരിച്ചു. അപ്പോൾ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ സാമൂഹ്യ സംഘടനകളിലെ കൂടുതൽ പങ്കാളിത്തം, ലഹരി വർജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെ പങ്കാളിത്തം, അവരിൽ നിന്ന് കൂടുതൽ അഭിപ്രായം വാങ്ങാനും അതോടൊപ്പം വ്യക്തികളുടെ ഈ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് സംസ്കാരം ഉണ്ടാകാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഈ എക്സൈസ് നയത്തിലുണ്ടാവും. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 7816 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് മന്ത്രി M. ലിജു അറിയിച്ചു. എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നുണ്ട്. ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ ഇതുവരെ 6977 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇതിൽ 1394 കേസുകൾ അബ്കാരി നിയമപ്രകാരവും 745 കേസുകൾ NDPS നിയമപ്രകാരവും 4838 കേസുകൾ കോട്ട്പ പ്രകാരവുമാണ്. ഓണം കാലാവധി 1-ാം തീയതി മുതൽ ഇതുവരെ 1770 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 1079 പേരെ അബ്കാരി കേസുകളിലും 691 പേരെ NDPS കേസുകളിലുമാണ് അറസ്റ്റ് ചെയ്തത്. ഇത്രയും കേസുകളിലായി 8336 ലിറ്റർ സ്പിരിറ്റ്, 183 ലിറ്റർ ചാരായം, 3640 ലിറ്റർ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിറ്റർ ലിക്വർ, 8518 ലിറ്റർ വാഷ്, 410 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 66 കിലോ കഞ്ചാവ്, 2423 കഞ്ചാവ് ചെടികൾ, 1 കിലോ കഞ്ചാവ് മിഠായി, 137 ഗ്രാം ഹാഷിഷ് ഓയിൽ, 353 ഗ്രാം MDMA, മെത്താഫെറ്റമിൻ തുടങ്ങി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹകരണ മേഖലയിലെ ആശ്വാസ് 2026 പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് മന്ത്രി M. ലിജു. ഏകദേശം 100 കോടിയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ നടത്തി. കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ MP-മാരെയും MLA-മാരെയും പദ്ധതിയുടെ ഭാഗമാക്കും. വിവിധ തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കും. പലിശ ഇളവുകൾ നൽകാൻ സമിതികൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഇതുവരെ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 100 കോടിയിൽ പരം രൂപയുടെ സെറ്റിൽമെന്റുകൾ നടന്നിട്ടുണ്ട്. ഈ പദ്ധതി കൂടുതൽ സുഗമമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കൂടുതൽ ഫലപ്രദമായി ആനുകൂല്യങ്ങൾ വായ്പക്കാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ MP-മാരെയും MLA-മാരെയും കൂടി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാക്കാൻ ആവശ്യമായ തീരുമാനം സഹകരണ വകുപ്പ് സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് ഈ ആശ്വാസിന്റെ വ്യവസ്ഥകൾ ലഘൂകരിച്ചുകൊണ്ട് വിവിധ തല കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയുണ്ടായി. അതിൽ സംഘം തലത്തിൽ നടക്കുന്ന സംഘതല കമ്മിറ്റികൾക്ക് 25% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. കടുത്ത ധനപ്രതിസന്ധിക്കിടെയാണ് ഇക്കുറി ഓണം എന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ഓണം വളരെ ശ്രദ്ധയോടെ ആഘോഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. പ്രതിസന്ധികൾക്കിടയിലും പെൻഷൻ നേരത്തെ കൊടുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരും വളരെ നമുക്കൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി, അതിൻ്റെ ഒരു സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും
എല്ലാ സങ്കടങ്ങളും മറന്ന് ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ ആളുകൾ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് സർക്കാരും വളരെ ശ്രദ്ധയോടുകൂടി അതിൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും വലിയ ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ഓണത്തിനൊരു ക്ഷീണവും ഏൽപ്പിക്കാതെ അതിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പരമാവധി ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ സർക്കാർ കൂടെ ഉണ്ട് ഓണാഘോഷം. തീർച്ചയായിട്ടും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതിൻ്റെ പ്രോസസ്സ് നേരത്തെയാണ് കൊടുക്കുന്നത്. അതായത് 25-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസം 1-ാം തീയതിക്ക് കൊടുക്കേണ്ട പെൻഷൻ ഈ മാസം നേരത്തെ കൊടുത്തു തുടങ്ങുകയാണ്. ഓണം ആയതുകൊണ്ട് മനസ്സിലായില്ലേ, നേരത്തെ കൊടുക്കുകയാണ്. കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിനോട് ആലോചിക്കാതെയാണ് പത്രവാർത്ത നൽകിയത്. പിന്നെ താൻ എന്തിന് പ്രതികരിക്കണമെന്നും വി ഡി സതീശൻ ചോദിച്ചു. നമ്മളൊക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യങ്ങളാണ്. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? സർക്കാരിന്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. അതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷിച്ചു. 15-ാം ബ്ലോക്കിലെ ഏറുമുഖം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് കുട്ടിയാന സെപ്റ്റിക് ടാങ്കിൽ വീണത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ശ്രമകരമായിരുന്നോ രക്ഷാദൌത്യം? ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? പിന്നീട് എന്ത് ചെയ്തു കുട്ടിയാനെ? രേണുക, ഈ രാവിലെ ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികളാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ആനക്കുട്ടിയുടെ ശബ്ദം കേട്ട് വനംവകുപ്പിന് വിവരം അറിയിക്കുന്നത്. അതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ എസ്റ്റേറ്റ് 15-ാം ബ്ലോക്കിലെ എറുമുഖം ഫോറസ്റ്റിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പഴയ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്നാണ് കാട്ടാനക്കുട്ടി ഇതിന് ഉള്ളിലേക്ക് വീണത്. ഇത് തന്നെയെല്ലാം വനംവകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും സംയുക്തമായിട്ടാണ് സ്ഥലത്തെത്തി ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അപകട സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ തടസ്സമായിരുന്നു. ഇപ്പോ പിന്നീട് തുടർന്ന് പടക്കം പൊട്ടിച്ചും മറ്റും ആനക്കുട്ടിയെ സുരക്ഷിത അകലത്തിലേക്ക് മാറ്റി നിർത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുപോലെ തന്നെ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും നെറ്റും ഉപയോഗിച്ചിട്ടാണ് മണ്ണുമാറ്റിയും അതുപോലെ കയറിനേറ്റ് താഴ്ത്തിക്കൊടുത്തൊക്കെയാണ് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുക്കാൻ കഴിഞ്ഞത്. സാരമായ പരിസ്ഥിതികളൊന്നുമില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. ഇതിനെ തുടർന്ന് കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. വനംവകുപ്പ് ആനക്കുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിനും വാളറയ്ക്കുമിടയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടും ആളുകൾ സാഹസികമായി സമീപത്തുകൂടെ വാഹനങ്ങൾ ഓടിച്ചുപോയത് ആശങ്കയ്ക്കിടയാക്കി. പതിവായ ആനക്കൂട്ടങ്ങൾ ദേശീയപാത 85-ലെ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. LPG റീഫിൽ ബുക്കിംഗുകൾ തമ്മിലുള്ള കുറഞ്ഞ സമയപരിധി നിജപ്പെടുത്തണമെന്ന ആവശ്യവുമായി എംപിമാർ. ആവശ്യമുന്നയിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് ശശി തരൂരും ഹൈബി ഈഡനും കത്തയച്ചു. നിലവിലെ കുറഞ്ഞ സമയപരിധി നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവുമാണ്. നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും ഇത് 25 ദിവസമായി ഒരുപോലെ നിജപ്പെടുത്തണമെന്ന ആവശ്യമാണ് കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കാണ് സംസ്ഥാനത്തെ 2 എംപിമാരും മറ്റ് ജനപ്രതിനിധികളും, അതായത് ശശി തരൂരും ഹൈബി ഈഡനുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് കത്ത് നൽകിയത്. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസൺ പ്രമാണിച്ചുകൊണ്ട് ഈ LPG റീഫിൽ ബുക്കിംഗിനുള്ള കുറഞ്ഞ സമയപരിധി അത് 25 ദിവസമായി ഗ്രാമീണ മേഖലയിലും നിജപ്പെടുത്തണം എന്ന ആവശ്യമാണ് പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ LPG റീഫിൽ ബുക്കിംഗിന്റെ സമയപരിധിയുമായി ബന്ധപ്പെട്ട ചില അശാസ്ത്രീയതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ LPG ഡിസ്ട്രിബ്യൂട്ടർമാർ നഗരപരിധിയിൽ ആയിരിക്കുകയും എന്നാൽ ഈ ഉപഭോക്താക്കൾ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപഭോക്താക്കൾ ഗ്രാമീണ മേഖലയിലുമായിട്ടാണ് ഉള്ളതെങ്കിൽ അവർക്കിപ്പോൾ 25 ദിവസത്തിനകത്ത് തന്നെ ഗ്യാസ് ബുക്ക് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. അതേസമയം
ഗ്രാമീണ അതേസമയം നഗരപരിധിയിൽ തന്നെ താമസിക്കുന്ന ആളുകളുടെ LPG ഡിസ്ട്രിബ്യൂട്ടർ അവർ ഗ്രാമീണ മേഖലയിലാണെങ്കിൽ അവർക്കും 45 ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഇതിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റീഫിൽ ബുക്കിങ്ങിനുള്ള സമയപരിധി നിജപ്പെടുത്തി അത് 25 ദിവസമായി നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും ഒരുപോലെ ആക്കണമെന്ന ആവശ്യം MP-മാർ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലാണ് അനിവാര്യമായിട്ടുള്ളത്. നിലവിൽ നമുക്കറിയാം നഗരങ്ങളിലേക്കാൾ കൂടുതൽ വീടുകളിൽ ആളുകളുടെ എണ്ണം കൂടുതലുള്ളത്, കുടുംബങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ളത് ഗ്രാമീണ മേഖലകളിലാണ്. അവിടെ ഈ ഓണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സദ്യയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കായി കൂടുതൽ വിഭവങ്ങൾ ഒരുക്കേണ്ടി വരും. വിറക് നേരത്തേതുപോലെ ഇപ്പോൾ അങ്ങനെ ലഭ്യമല്ല എല്ലാവർക്കും, വലിയ വിലയുമാണ് വിറകിനും. അതിനിടയിൽ ഈ ഒരു ഗ്യാസ് തീർന്നാൽ അത് പുതിയത് ലഭിക്കുന്നതിന് വേണ്ടി 45 ദിവസം കാത്തിരിക്കേണ്ട ഒരു ഗതികേടിലാണ് ഗ്രാമീണ മേഖലകളിൽ ഉള്ളവർ, ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തി ഈ റീഫിൽ ബുക്കിങ്ങിനുള്ള സമയപരിധി നിജപ്പെടുത്തണമെന്ന ആവശ്യം ജനപ്രതിനിധികൾ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. തീരുമാനം എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അവർ. ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ഇത് വലിയ തരത്തിൽ ഗ്രാമീണ മേഖലകളിൽ ഒരു പ്രതിസന്ധി തീർത്തിരിക്കുകയാണ്. ഗ്യാസിന്റെ ഈ റീഫിൽ ബുക്കിംഗിന്റെ സമയപരിധി 45 ദിവസമായി തുടരുന്നത് വലിയൊരു പ്രതിസന്ധിയാണ് ഗ്രാമീണ മേഖലകളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. 16 വർഷത്തിന് ശേഷം നെഹ്റു ട്രോഫി സ്വന്തം നാട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുമരകത്തുകാർ. ചരിത്രം സൃഷ്ടിച്ച കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അവസാനവട്ട പരിശീലനവും പൂർത്തിയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പോരായ്മകൾ പരിഹരിച്ചാണ് ക്ലബ്ബ് ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. എന്തായാലും നാളെ പുന്നമടയിൽ നെഹ്റു ട്രോഫി നടക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് ആലപ്പുഴ മാത്രമല്ല, ഇങ്ങ് കോട്ടയത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രാക്ടീസ് തുടങ്ങുന്നു. ഞാനിപ്പോൾ ഉള്ളത് മുത്തേരിമടയിലാണ്. മുത്തേരിമടയിൽ അവസാനവട്ട പ്രാക്ടീസിലാണ് ഇവിടുത്തെ ടീമുകളൊക്കെ. എന്തായാലും നാട്ടുകാരും വലിയ പിന്തുണയിലാണ്. ക്ലബ്ബിന് ഒക്കെയുള്ള പ്രത്യേകിച്ച് ഏതാണ്ട് 15 വർഷം പിന്നിട്ടു അല്ലേ? അതെ ഉറപ്പായിട്ട് കപ്പടിക്കും തോന്നേ. എന്താ കപ്പടിക്കുമെന്ന് തോന്നാനുള്ള കാരണം എന്താ? അതുപോലത്തെ കളി കളിക്കുന്നു. നിങ്ങൾക്ക് അവരുടെ വലി കണ്ടിട്ട് ഫീല് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. അടിപൊളി വലിയ ഇത്തവണ പുതിയ ചുണ്ടൻ കൂടിയാണ് അല്ലേ? നിരണത്തിലാണ്, പുണ്യാളൻ നിരണം. അതെങ്ങനെയുണ്ട്? വള്ളം എങ്ങനെയുണ്ട്? വള്ളം അടിപൊളി വള്ളം, നല്ല വള്ളം. ചേട്ടാ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു 10-12 വള്ളത്തോളം ട്രോഫിക്ക് വരുന്ന വള്ളങ്ങളാണ്. അത് നല്ല പരിശീലന തുഴഞ്ഞ അവർ കാശ് മുടക്കിയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ചിലപ്പം അന്ന് ഭാഗ്യം ആർക്കാണോ വീഴുന്നത് അവർ ട്രോഫിയായിട്ട് വരും. അല്ല ഇവരുടെ കളി കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇവരുടെ കളിയൊന്നുമല്ല, ആരുടെ കളി 10-12 വള്ളത്തിന്റെ ആരെയും മടുപ്പല്ല. ഒരു നെല്ലടയ്ക്ക് വല്ലതും സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിൽ വല്ലതും ജയിച്ചെങ്കിലേ ഉള്ളൂ. അല്ല തീപാർന്ന പോരാട്ടമായിരിക്കും എന്തായാലും അവിടെ. ഒരു 12 വള്ളം അതികഠിനമായ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഏത് വള്ളം ജയിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ല. അന്നത്തെ ഭാഗ്യം ആർക്കും. ആഗ്രഹം കുമരകത്തേക്ക് വരണമെന്ന്? അത് തീർച്ചയായിട്ടും കോരങ്കാർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളേ. നമ്മുടെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളു. ചേട്ടന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാ? കുമരകം കൊണ്ടുവരും. ഇവിടെ എന്താ അവസ്ഥ? എന്താ ബ്രോ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാ? വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കല്ലേ? അതെ, ടൗൺ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം നല്ല ട്രയലാണ് ഇപ്പം നടക്കുന്നത്. ഞങ്ങളിപ്പോൾ കണ്ടതിൽ നല്ല ട്രയലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നല്ല ട്രയലാണ്. പിന്നെ കുറേ ദിവസമായിട്ട് നിങ്ങൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ? ഓൾമോസ്റ്റ് ഇപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പം വരുന്നുണ്ട് ട്രയൽ കണ്ടിന്യൂസ് കാണാനായിട്ട്. കണ്ടിട്ട് ഓരോ ദിവസം കഴിയുന്നതോറും ഇമ്പ്രൂവ് ആയി അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, വള്ളംകളിയാണ്, വെള്ളത്തിലുള്ള കളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ടൗൺ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താണ് ബ്രോ ഒരു ആഗ്രഹം? എന്താ ടൗൺ പിടിക്കുമോ ഇത്തവണ? കുമരകത്തേക്ക് വരുമോ? KTPC ജയിക്കണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. നല്ല കളിയാണ്. ഏട്ട് വള്ളം എന്താണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ അന്നത്തെ ദിവസം ആർക്കാണോ ഭാഗ്യം അവരുടെ കൂടെ കപ്പ് കിട്ടും. പല കളികൾ ട്രയൽ കാണാൻ പോയോ അതോ ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ തന്നെ ഉള്ളു കാണുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കുമരകംകാർ. ഇത്തവണ മികച്ച രീതിയിൽ ട്രയൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പ് ഇത്തവണ കുമരകത്തേക്ക് വരും. ഏതാണ്ട് 1.5 പതിറ്റാണ്ടിന് ശേഷം കുമരകത്തേക്ക് കപ്പ് കൊണ്ടുവരും. മുത്തേരിമടയിൽ വലിയ ആവേശം കഴിഞ്ഞ 1 മാസമായി തുടരുകയാണ്. എന്തായാലും അവസാന മണിക്കൂറുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കുമരകവും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിൽ രൂപം കൊണ്ട പുതിയ ആർപ്പൂക്കര ചുണ്ടൻ ആദ്യ വള്ളം കളിക്കിറങ്ങുമ്പോൾ വാനോളം പ്രതീക്ഷയിലാണ്. പരിചയസമ്പന്നരായ നിരവധി തുടച്ചിലുകൾ ഒപ്പമുണ്ട് എന്നതാണ് പ്രതീക്ഷ കൂട്ടുന്നത്. കന്നി പോരാട്ടത്തിൽ തന്നെ കപ്പിനപ്പുറമുള്ള ഒരു പ്രതീക്ഷയും ആർപ്പൂക്കര ചുണ്ടന് ഇല്ല.
നെഹ്റു ട്രോഫിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുക. വലിയ പ്രതീക്ഷയിലാണ് കോട്ടയത്തെ ടീമുകൾ. ഇത്തവണ പുതിയതായി കളത്തിലിറങ്ങിയ ആർപ്പൂക്കര ചുണ്ടന്റെ പ്രതിനിധികളാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനു കുന്നത്തച്ഛൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. തവണ പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? കോട്ടയം ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ ജനകീയ വള്ളമാണ്. അതുകൊണ്ട് ആർപ്പൂക്കര ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞതിനെ കുറിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യം ശനിയാഴ്ച കേൾക്കുന്നില്ല, ഈ ആരവം തന്നെ കേട്ടാൽ അറിയാമല്ലോ. ഈ ശനിയാഴ്ച നമ്മുടെ പുന്നമടക്കായലിൽ നെഹ്റു വള്ളംകളി മത്സരം നടക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും എല്ലാ രാജാക്കന്മാരുടെ കൂടെ തന്നെയും ആർപ്പൂക്കര ചുണ്ടൻ വള്ളവും ഉണ്ടാവും. ഇപ്രാവശ്യം കോട്ടയംകാരുടെ അഭിമാനമായിട്ടുള്ള ഈ ഒരു ആർപ്പൂക്കര ചുണ്ടൻ വള്ളം ജലത്തിലിറങ്ങി സമ്മാനം നേടുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല പ്രാക്ടീസ് ആയിരുന്നു. ആദ്യം ഇവിടെ ഇന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര അനുഭവമായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഇന്ന് ഫുൾ ടൈം ഒരു അവസാന ട്രയൽ ഉണ്ടായിരുന്നു. ഇനിയും ഒരു അനുഭവമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും. എന്താ ചേട്ടാ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് നിങ്ങളുടെ? ഇത്തവണത്തെ നെഹ്റു ട്രോഫി കിഴക്കൻ്റെ വെനീസായ ആലപ്പുഴയിൽ നിന്നും കിഴക്കോട്ട് തന്നെ കപ്പ് കൊണ്ടുവരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആർപ്പൂക്കര ചുണ്ടൻ ഇത്തവണ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കപ്പെടുക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചേട്ടാ പുതിയ ചുണ്ടൻ പുതിയൊരു ടീം എങ്ങനെ സെറ്റായോ? ഒരു അവസാന മണിക്കൂറുകളിലേക്ക് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ലാസ്റ്റ് ഒരു വലി കഴിഞ്ഞപ്പോൾ? പുതിയ ചുണ്ടൻവള്ളം പുതിയതാണ്, ടീം പുതിയതല്ല. ടീം IBC നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന ക്ലബ്ബാണ്. കഴിഞ്ഞ CBL മത്സരങ്ങളിലും കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുതിയ ചുണ്ടൻവള്ളം എന്നുള്ളതിൻ്റെ ബാലാരിഷ്ടതകളൊന്നുമില്ലാത്തൊരു വള്ളമാണ്. ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. വലിയ വിജയപ്രതീക്ഷ തന്നെയുണ്ട്. ചേട്ടാ കപ്പ് ഉറപ്പ്? കപ്പ് ഉറപ്പ്. നിങ്ങളെല്ലാം പ്രതീക്ഷ? അതെ ഉറപ്പ്. ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ലീഡിംഗ് ക്യാപ്റ്റൻ, ഞങ്ങൾക്ക് ബെസ്റ്റ് കോച്ചുണ്ട്, പിന്നെ കൂടത്തിൽ നല്ല ട്രെയിനേഴ്സ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ക്ലബ്ബ് ഒരുങ്ങി നെഹ്റു ട്രോഫിക്ക് പോകുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ടീമുള്ളത്. പുതിയ ചുണ്ടൻ എന്നുള്ളതൊന്നും അവരെ ബാധിക്കുന്നില്ല. ഇവിടെ അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കിയ ശേഷം വലിയ ആവേശത്തോടുകൂടി ഈ മുത്തേരിമടയിൽ, കുമരകത്തെ മുത്തേരിമടയിൽ ടീമംഗങ്ങൾ നെഹ്റു ട്രോഫിക്കുള്ള ആ ഫൈനൽ വിസിൽ മുഴങ്ങാനുള്ള കാത്തിരിപ്പിലാണ്. കുമരകത്ത് നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. സീബ്രകൾക്ക് പിന്നാലെ തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകരെ കാത്ത സിംഹക്കുട്ടികളും. ക്വാറന്റൈൻ കാലാവധി പൂർത്തിയായതോടെയാണ് മൃഗശാലയിൽ പിറന്ന സിംഹക്കുട്ടികളെ കൂടിനുള്ളിൽ തുറന്നുവിട്ടത്. ഓണം അവധി പ്രമാണിച്ച് മൃഗശാലയിലേക്ക് സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കാലത്ത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വിരുന്നൊരുക്കി സീബ്രകൾ മാത്രമല്ല മറ്റ് 2 അതിഥികൾ കൂടി ഇപ്പോൾ കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 7 മാസം മുമ്പ് ഇവിടേക്ക് എത്തിച്ച 2 ഇവിടെ പിറന്ന സിംഹക്കുട്ടികളാണ്. സിംബയും സൂറിയും. ഈ 2 പേരെയും കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് സന്ദർശകർക്ക് കാണുന്നതിന് വേണ്ടി. 7 മാസം തികയുകയാണ് ഇന്ന് അവർ ഇവിടെ ജനിച്ചിട്ട്. അപ്പോൾ ഡോക്ടർമാരുടെ പ്രത്യേക കർശന സംരക്ഷണത്തിൽ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും, നമ്മുടെ ക്യാമറയിലൊക്കെ നോക്കും. ഇത് കഴിക്കുന്ന ഭക്ഷണം ദിവസവും 1 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറയുന്നത്, വെറ്ററിനറി സർജൻ അടക്കം. അതായത് 2 കിലോ ബീഫ് ഓരോ സിംഹക്കുട്ടികൾക്കും ഉച്ചയ്ക്ക് കൊടുക്കും. അതാണ് അവരുടെ ദിവസേനയുള്ള ഭക്ഷണം. പിന്നെ അവരുടെ മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്താനായി, അല്ലെങ്കിൽ ആ പരിശോധനകളൊക്കെ കൃത്യമായി വിലയിരുത്താനായി മെഡിക്കൽ സംഘം സദാ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിറന്ന സിംഹക്കുട്ടികളാണ് ഈ കൂടിനുള്ളിലേക്ക് മാറ്റിയിരിക്കുന്ന സൂറിയും സൂംബയും. അതുകൊണ്ട് തന്നെ അവരെ കാണാനായി അടക്കം ജീവനക്കാരും ഇടവേളകളിൽ അവരെ കളിപ്പിക്കാനൊക്കെയായി ഇവിടേക്ക് എത്തും. അവർക്കൊക്കെ അരികിലേക്ക് 2 പേരും ഓടിയെത്തും. ചിലപ്പോൾ ആ സൗഹൃദം ഒരു ആത്മബന്ധമാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ പരിചാരകരുടെ ശരീരത്തിലേക്ക് അള്ളിക്കയറാൻ ശ്രമിക്കും. നമ്മുടെ പൂച്ചയും പട്ടികളുമൊക്കെ എങ്ങനെയാണോ കയറുന്നത് സമാനമായ തരത്തിൽ ദേഹത്തേക്ക് അള്ളിക്കയറാനൊക്കെ നോക്കും. അങ്ങനെ ഇത് ഒരു വന്യജീവി തന്നെയാണോ എന്ന് സംശയം വരുന്ന തരത്തിലായിരിക്കും ചില സമയങ്ങളിൽ അതിൻ്റെ പെരുമാറ്റം. എന്തായാലും ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതിൻ്റെ കെയർ ടേക്കർ അദ്ദേഹത്തോടൊപ്പം
ആ 2 സിംഹക്കുട്ടികൾ ഇവിടേക്ക് എത്തുകയാണ്. ചേട്ടാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? ആ, ഭക്ഷണം കൊടുക്കുന്ന സമയമായോ? ആയി വരുന്നുണ്ട്. ഒരു മണിക്കൂറിനകത്ത് കൊടുക്കും. ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കും. ഇതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആയി? എൻ്റെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആണ്. ഞാൻ തന്നെ കുഞ്ഞിനെ പോലെ നോക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. വേറെ കുഴപ്പങ്ങളൊന്നും. ഇത് അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന അങ്ങനെ അങ്ങനെ അധികാരം കയറാറില്ല. എൻ്റെ ഇവിടെ 1-2 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് വലുതായി വരുമ്പോൾ ഇവരെ ആക്രമിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. ഈ ക്വാറന്റൈൻ കാലം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി അല്ലേ? കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് പ്രശ്നമില്ല, പുറത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഫുഡൊക്കെ സ്വന്തമായിട്ട് തന്നെ കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. ഫുള്ള് ഇറച്ചിയല്ലേ ഇപ്പൊ കഴിക്കുന്നത്? ബീഫാണല്ലേ? ബീഫാണ്. ബീഫും ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനും. ഡോക്ടർ പറഞ്ഞു ബീഫ് 2 കിലോ വീതം ഒരു ദിവസം കൊടുക്കുന്നത്. ആ ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. ഇതിന് ഒരു നേരം മതിയാവും, കാരണം ഫുൾ ഇറച്ചിയല്ലേ. അപ്പൊ ഇത് ഡൈജസ്റ്റ് ആയി വരാൻ ടൈം എടുക്കും. അപ്പൊ അവർക്ക് ഒറ്റ നേരം കഴിച്ചാൽ മതി. ബാക്കി സമയം അവർ കൂടുതൽ കുറച്ച് സമയം ഉറങ്ങും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യും ബാക്കിയും. അപ്പൊ അവർക്ക് ആ ദഹനം കറക്റ്റ് പ്രോപ്പർ ആവും. അപ്പൊ ഈ ചൂട് കൂടുന്ന സമയത്ത് ഇതിനെ ഈ നമ്മള് സ്പ്രിംഗ്ലർ വെച്ചു കൊടുക്കുക, വെള്ളം തെളിച്ചു കൊടുക്കുക, പിന്നെ കുളിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെ ചെയ്യും. പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽകുമാർ. ഓക്കെ. അപ്പോൾ അനിൽകുമാറിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ 2 സിംഹക്കുട്ടികളെ ഈ കൂടിനുള്ളിൽ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സീബ്രകൾ എത്തിയതിൻ്റെ കൗതുകത്തിലായിരുന്നു തിരുവനന്തപുരം മൃഗശാല. ആ കൗതുകത്തിൻ്റെ മാറ്റ് കൂട്ടിക്കൊണ്ടാണ് 2 സിംഹക്കുട്ടികളെ കൂടി സന്ദർശകർക്ക് വേണ്ടി ഇപ്പോൾ കാണാൻ കഴിയുന്ന വിധത്തിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച. നേരിൽ കാണണം. നമ്മൾ ഈ ക്യാമറ സ്ക്രീനിൽ, TV സ്ക്രീനിൽ കാണുന്നതിനൊക്കെ, മൊബൈൽ സ്ക്രീനിൽ കാണുന്നതിനപ്പുറത്തേക്ക് നേരിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ കൗതുകം മനസ്സിലാകുകയുള്ളൂ. അത്രയും സുന്ദരമായ കാഴ്ചയാണ്. അതുകൊണ്ട് അവധിയാണ്, കുട്ടികളുമൊക്കെയായി സമയം എങ്ങനെ ചെലവഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലെത്താം. ഈ കൗതുക കാഴ്ചകൾ നേരിൽ കാണുകയും ചെയ്യാം. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,710 രൂപ, പവന് 1,17,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,085 രൂപ, പവന് 96,680 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോയ്ക്ക് 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.